Good morning. Good morning, ma'am. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ എടുത്തത്? ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് സ്റ്റാർട്ട് ചെയ്തില്ലേ? സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, എവിടെ വരെ എടുത്ത് നിർത്തിയത് നമ്മള്? ഇൻട്രൊഡക്ഷൻ ആണോ? ആ 4 പോയിന്റ്സ് പറഞ്ഞു. 3 പോയിന്റ്സ് ആണോ പറഞ്ഞേ? ഓക്കെ, 4 പോയിന്റ്സ് പറഞ്ഞു അല്ലെ? ഓക്കെ, നെക്സ്റ്റ് ഇനി ഒബ്ജക്റ്റീവ്സ് തുടങ്ങിയല്ലേ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മള് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമൊക്കെ പറഞ്ഞു അല്ലെ? ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് അല്ലെ? അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? അതുപോലെ അവിടെ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ലിനൻ മെറ്റീരിയൽസിൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ്ലി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് ഫ്രീക്വന്റ്ലി യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന മെറ്റീരിയൽ ഏതാ? ലിനൻ മെറ്റീരിയൽ കോട്ടൺ ആണ്. വെരി ഗുഡ്, കോട്ടൺ ആണ്. പിന്നെ എന്താ പറഞ്ഞത്? നമ്മള് ഹോസ്പിറ്റലിലെ ലിനൻസ് ഡിഫറെന്റ് ഏരിയാസിൽ നിന്നും ഇത് കളക്ട് ചെയ്ത് പല പല പ്രോസസ്സുകളിലൂടെയാണ് ഇത് കടത്തിവിടുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ? അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫസ്റ്റ് പ്രോസസ് ഏതാണ്? ഏതാ ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്? ഏത് പ്രോസസ്സാ? നമ്മുടെ വീടുകളിൽ ചെയ്യുന്ന പ്രോസസ്സ് തന്നെ. നമ്മൾ എന്താ ചെയ്യാറ്? വീട്ടില് ഓരോ റൂമുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു 3 റൂമോ 4 റൂമോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തുണികൾ കളക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? സോർട്ട് ചെയ്യും അല്ലെ? തരംതിരിക്കും അല്ലെ? നല്ല ഇത് വാഷ് ചെയ്യും. ഇപ്പൊ ഹാൻഡ് വാഷ് ചെയ്യേണ്ടതാണെങ്കിൽ അതിന് വേണ്ടി മാറ്റി വെക്കും. മെഷീൻ വാഷ് ആണെങ്കിൽ അതിന് വേണ്ടി മാറ്റി വെക്കും അല്ലെ? നെക്സ്റ്റ് എന്താ നമ്മൾ ചെയ്യുന്നത്? വാഷിംഗ് ചെയ്യാണ് അല്ലെ? അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? അതിലെ വെള്ളം എക്സ്ട്രാക്ട് ചെയ്ത് കളയും അല്ലേ? തന്നെ എന്ത് ചെയ്യും? അത് ഡ്രൈ ചെയ്യാൻ എടുക്കും അല്ലെ? ഉണക്കാനായിട്ട് ഇടില്ലേ? അതുപോലെ അത് കഴിഞ്ഞ് എന്താ ചെയ്യാ? ഉണക്കി കഴിഞ്ഞാൽ നമ്മൾ അത് എന്ത് ചെയ്യും? അയൺ ചെയ്ത് ഫോൾഡ് ചെയ്ത് വെക്കും അല്ലെ? എന്തെങ്കിലും പിന്നിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കീറലുകളൊക്കെ ഉണ്ടെങ്കിലോ അതൊക്കെ എന്ത് ചെയ്യും? നന്നാക്കി നമ്മൾ എന്ത് ചെയ്തു? അത് അയൺ ചെയ്ത് ഫോൾഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാവും. അതിനുശേഷം അതാത് റൂമുകളിലേക്ക് എന്ത് ചെയ്യുന്നു? ഡെലിവർ ചെയ്യുന്നു അല്ലെ? അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിലും ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ്. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? The purpose of this department is to provide adequate clean material to the patients and personnel while ensuring that hygienic conditions are maintained in the process. ഇനി എന്താണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് അല്ലെങ്കിൽ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന പർപ്പസ് അല്ലെങ്കിൽ ഉദ്ദേശ്യം എന്ന് പറയുന്നത് എന്താ? is to provide adequate clean material to the patients and personnel. അവിടെ വരുന്ന പേഷ്യൻസിന് നല്ല രീതിയിലുള്ള നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ കൊടുക്കണം അല്ലെ? ആൻഡ് ദ പേഴ്സണൽ അവിടെയുള്ള വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അല്ലെങ്കിൽ ജീവനക്കാർക്കും പേഷ്യൻസിനും ക്ലീൻ മെറ്റീരിയൽസ് വളരെ വൃത്തിയുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ തുണിത്തരങ്ങള് ആവശ്യമായ അളവിൽ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ നൽകുക എന്നതാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. വൈ എൻഷുറിംഗ് ഇതിനെ കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ അവിടെയുള്ള പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട് നമ്മൾ മെറ്റീരിയൽസ് അല്ലെ? അതുപോലെ പേഴ്സണൽസ് നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും നമ്മുടെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വഴി തുണിത്തരങ്ങള് വൃത്തിയുള്ള ക്ലീൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്താണ് ഉറപ്പുവരുത്തേണ്ടത്? while ensuring that hygienic conditions are maintained in the process. ഇത് വൃത്തിയാക്കുന്ന സമയത്ത് ആ ഒരു തുണി ക്ലീൻ ചെയ്ത് ക്ലീൻ മെറ്റീരിയൽ ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിൽ അവിടെ ഹൈജീനിക് കണ്ടീഷൻസ് ശുചിത്വമുള്ള അന്തരീക്ഷം അവിടെ നിലനിർത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെയുള്ള ഒരു ശുചിത്വപൂർണമായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം പേഷ്യൻസിനും അവിടെയുള്ള ജീവനക്കാർക്കും നൽകേണ്ടത്. അത് അങ്ങനെ തന്നെയാണോ എന്നുള്ളത് കൂടി ഉറപ്പുവരുത്തി അങ്ങനെ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. The main objective of this department are the following. ഇനി പ്രധാന ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്? താഴെ പറയുന്ന 3 എണ്ണമാണ് പ്രധാന ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. Okay, first one, to retain a comfortable and safe environment for the patients,
സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ്. അവിടെ വരുന്ന പേഷ്യൻസിന്, അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക്, അവിടെ വരുന്ന വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശകർക്കും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സുഖകരവും ഒരു സേഫ് ആൻഡ് സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുക, റീറ്റെയിൻ ചെയ്യുക എന്ന് പറയുക നിലനിർത്തുക. To retain a comfortable and safe environment for the patients, staff and visitors. പേഷ്യൻസിനും അവിടെ വരുന്ന സ്റ്റാഫുകൾക്ക്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്, അവിടെ വരുന്ന വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശകർക്ക് എല്ലാവർക്കും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സുഖകരവും സേഫ് ആയിട്ടുള്ള ഒരു സുരക്ഷിതവുമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിർത്തുക എന്നതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവിൽ പറയുന്നത്. രണ്ടാമതായി പറയുന്നത് to provide constant supply of qualitative linen to various required areas like IP, operation theaters, OPD and other areas. ഇനി എന്താ? To provide constant supply of qualitative linen, ഗുണമേന്മയുള്ള ലിനൻസ് അല്ലെങ്കിൽ തുണിത്തരങ്ങള് various required areas, വിവിധ ആവശ്യകതകൾ അല്ലെങ്കിൽ വിവിധ ആവശ്യമായിട്ടുള്ള വിവിധ മേഖലകളിലേക്ക്. അതെവിടേക്കാവാം? IP. എന്താണ് IP ഏരിയ? ഏതാണ് IP എന്ന് പറഞ്ഞാൽ? ഏത് ഏരിയ? ഏത് ഏരിയ ആണെന്ന് പറഞ്ഞേ? ഇൻപേഷ്യന്റ്. വെരി ഗുഡ്. ദെൻ ഓപ്പറേഷൻ തിയേറ്റർ. ഇനി OPD ഏതാ? OPD ഏതാണ്? OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ മുതലായാൽ അതർ ഏരിയാസ്. ഇങ്ങനെയുള്ള പല വേരിയസ് റിക്വയർഡ് ഏരിയാസ്, ആവശ്യമായ വിവിധ മേഖലകള്. ഇൻപേഷ്യന്റ്, ദെൻ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്ററുകള്, ദെൻ OPD അല്ലെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയാസ്, മറ്റ് ഏരിയ മുതലായ ഇങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് അല്ലെങ്കിൽ വേരിയസ് റിക്വയർഡ് ഏരിയാസിലേക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റേറ്റീവ് ലിനൻസ് അല്ലെങ്കിൽ ഗുണമേന്മയുള്ള തുണിത്തരങ്ങള് കോൺസ്റ്റന്റ്ലി സപ്ലൈ, നിരന്തരമായി എന്ത് ചെയ്യുക? വിതരണം ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. എന്താണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞത്? അവിടെ വരുന്ന പേഷ്യൻസിനാവാം, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്, അവിടെ വരുന്ന വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശകർക്കൊക്കെ ഒരു കംഫർട്ടബിൾ ആൻഡ് സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ അന്തരീക്ഷം റീറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ നിലനിർത്തുക. രണ്ടാമതായി പറയുന്നത് to provide constant supply of qualitative linen to various required areas like IP, operation theatre, OPD and other areas. എന്താണ്? വിവിധ ഏരിയകള്, അതായത് ആവശ്യമായിട്ടുള്ള വിവിധ മേഖലകള്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആവാം, ഓപ്പറേഷൻ തിയേറ്റർ ആവാം, അല്ലെങ്കിൽ OPD ഏരിയ ആവാം, അല്ലെങ്കിൽ മറ്റ് ഏരിയാസ് മുതലായ ഇടങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള ലിനൻസ് ഈ തുണിത്തരങ്ങൾ. എങ്ങനെയുള്ള തുണിത്തരങ്ങളാണ്? ഗുണമേന്മയുള്ള തുണിത്തരങ്ങള് സ്ഥിരമായി വിതരണം ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ആണ് to control hospital infections and retain the quality of care. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക and retain the quality of care. നല്ല ഗുണനിലവാരമുള്ള പരിചരണം അതിലൂടെ നിലനിർത്തുകയും ചെയ്യുക. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്താ പറഞ്ഞേ? to control hospital infections. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസിനെ നിയന്ത്രിക്കുകയും അതിലൂടെ നല്ല ഗുണനിലവാരമുള്ള പരിചരണം നിലനിർത്തുകയും ചെയ്യുക. Clear ആണോ? Objectives of laundry and linen service. Okay ആണോ? Okay. Then next ആണ് some of the main functions of the laundry services are the following. ഇനി പ്രധാനമായിട്ടുള്ള laundry സർവീസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഫങ്ഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഓരോ സ്റ്റെപ്പും നിങ്ങളൊന്ന് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് എഴുതാവുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യം നമ്മുടെ വീടുകളിൽ നമ്മൾ ചെയ്യുന്ന സെയിം പ്രോസസ് തന്നെ. ഫസ്റ്റ് നോക്കിയേ, to collect or receive soiled and infected linen from different places. നമ്മുടെ വീട്ടിൽ കളക്ട് ചെയ്യാറില്ലേ? ഇല്ലേ? പല ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ തുണിത്തരങ്ങള് എന്താണ് മുഷിഞ്ഞ തുണിത്തരങ്ങൾ കളക്ട് ചെയ്യാറില്ലേ? അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? ഹോസ്പിറ്റലിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സോയിൽഡ് ആയിട്ടുള്ള എന്താ കണ്ടാമിനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മലിനമായിട്ടുള്ള തുണിത്തരങ്ങളാവാം, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് ആവാം, ഇതെല്ലാം കളക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ അല്ലേ? സെക്കൻഡ് സ്റ്റെപ്പ് നോക്കിയേ, to process the soiled linen ആണ് കേട്ടോ അവിടെ. To process the soiled linen which include sorting, sluicing, disinfecting, washing, extracting, conditioning, ironing,
പ്രസ്സിംഗ് ആൻഡ് ഫോൾഡിങ്. ഇനി എന്താണ് സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത്? ടു പ്രോസസ് ദ സോയിൽഡ് ലിനൻ. ഈ മുഷിഞ്ഞതായിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള തുണിത്തരങ്ങൾ അല്ലെ, അഴുക്കായിട്ടുള്ളതാവാം ഈ മുഷിഞ്ഞ ഇങ്ങനെയുള്ള തുണിത്തരങ്ങൾ എന്ത് ചെയ്യുന്നു? എന്താണ് പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്? അത് നമ്മൾ എന്ത് ചെയ്യുന്നു? സോർട്ട് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? തരം തിരിക്കുന്നു അല്ലെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? സ്ലൂയിസിംഗ് എന്ന് പറയുന്ന ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും ലിക്വിഡ് ഒക്കെ ഉപയോഗിച്ച് ഇപ്പൊ കറയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം കഴുകി കളഞ്ഞ കറ കളഞ്ഞിട്ടല്ലേ നമ്മൾ ശരിക്കും വാഷിംഗ് മെഷീനിലേക്ക് ഇടുന്നത് അല്ലെ? നമ്മുടെ വീടുകളിൽ അങ്ങനെയല്ലേ? എങ്കിലും കറയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം നമ്മൾ കഴുകി ആ കറയൊക്കെ കളഞ്ഞിട്ടായിരിക്കില്ലേ മെയിൻ ആയിട്ടുള്ള വാഷിങ്ങിലേക്ക് ഇടുന്നത്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ എന്തെങ്കിലും സ്റ്റെയിൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ സ്ലൂയിസിംഗ് ചെയ്യും. ആദ്യം എന്ത് ചെയ്യും? അതിൻ്റെതായ ഡിസിൻഫെക്ടന്റ് ലിക്വിഡുകൾ ഉപയോഗിച്ച് കഴുകും. അതിനുശേഷം ഡിസിൻഫെക്റ്റിംഗ് ചെയ്യും, അണുനശീകരണം ചെയ്യുന്നു. ദെൻ മെയിൻ ആയിട്ടുള്ള വാഷിംഗ് പ്രോസസ്സിലേക്ക് കഴുകാനായിട്ട് വാഷിംഗ് മെഷീൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് കൊണ്ടിടുന്നു. ദെൻ എക്സ്ട്രാക്ടിങ് ചെയ്യുന്നത് വാഷിംഗ് മെഷീനിലിട്ട് നമ്മൾ കഴുകി കഴിയുമ്പോൾ നമ്മൾ ഈ വെള്ളം എന്ത് ചെയ്യണം? എക്സ്ട്രാക്ട് ചെയ്ത് കളയണം അല്ലെ, പിഴിഞ്ഞ് കളയണം. അതെ, വേർതിരിച്ച് നമ്മൾ പിഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു അതിൽ നിന്ന്. ദെൻ കണ്ടീഷനിങ് ചെയ്യുന്നു. നമ്മൾ കണ്ടീഷൻ ചെയ്യാറില്ലേ വീടുകളിൽ? തുണികൾ കണ്ടീഷനിങ് ചെയ്യാറുണ്ടോ? ഉണ്ട് അല്ലെ. അതിന്റെ പല ലിക്വിഡ്സും കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കാറില്ലേ? അതുപോലെ കണ്ടീഷനിങ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യാണ്? നമ്മുടെ വീടുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൂടുതലും നമ്മൾ അയൺ ചെയ്യുന്നത് എങ്ങനെയാണ്? തുണികൾ ഫുള്ളും ഡ്രൈ ആയിട്ടാണോ ചെയ്യാറ്? ഫുള്ളും ഡ്രൈ ആയിട്ടാണോ ഈ നമ്മുടെ എന്താണ് ഇങ്ങനെ പുറത്ത് നമ്മൾ പിടിച്ച് ചെയ്യാറില്ലേ? ഡ്രൈ ക്ലീനിങ് സെന്ററുകളൊക്കെ ചെയ്യാറില്ലേ? അവിടേക്ക് ഇങ്ങനെ തുണികൾ അയൺ ചെയ്തത് ഫുള്ളും നമ്മുടെ വെള്ളമൊക്കെ ഡ്രൈ ചെയ്തിട്ടാണോ അവർ ചെയ്യാറ്? അല്ല, അവർ എങ്ങനെയാണ് അത് എക്സ്ട്രാക്ട് ചെയ്ത് അതിൽ നിന്ന് വെള്ളമൊക്കെ നമ്മുടെ ഡ്രൈയറിലേക്ക് ഒന്ന് കഴുകഞ്ഞ് പൂർണ്ണമായിട്ടും വെള്ളം അതിൽ നിന്ന് മാറുന്നതിന് മുൻപ് തന്നെ അവർ എന്ത് ചെയ്യും? അയൺ ചെയ്യും. സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, ചുളുക്കൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കണ്ടിട്ടുണ്ടോ? അതൊക്കെ മെഷീൻ വഴിയാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഒരിക്കലും നമ്മുടെ ഹാൻഡ് വെച്ച് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇത്രയും തുണികളില്ലേ, അപ്പൊ അതിനനുസരിച്ചുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. വലിയ നമ്മൾ ജസ്റ്റ് തുണി അങ്ങ് വെച്ചു കൊടുത്താൽ മതി. അത് അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ അത് എന്ത് ചെയ്യും? ഉണങ്ങി നല്ല സ്റ്റിഫായിട്ട് നല്ല തേച്ച പോലെ തന്നെ ആ മെഷീൻ വെച്ചിട്ട് വരികയും ചെയ്യും. അങ്ങനെയുള്ള മെഷീൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ദെൻ പ്രസ്സിംഗ് ചെയ്യുന്നു, ഫോൾഡിങ് ചെയ്യുന്നു. അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെതായ പ്രസ്സിംഗ് മെഷീൻസ് ഉണ്ടാവും. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഫോൾഡിങ് ചെയ്യുന്നു, മടക്കി വെക്കുന്നു. ഇതാ ഒരു പ്രോസസ്സ്. രണ്ടാമത് വരുന്ന പ്രോസസ്സാണ്. അപ്പൊ നമ്മൾ തുണി കണക്ട് ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞ് ഈ പ്രോസസ്സുകളിലൂടെയൊക്കെ ആ തുണികൾ കടന്നു പോകുന്നുണ്ട് അല്ലെ. ഈ പ്രോസസ്സ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ തുണി എങ്ങനെയായി? സോൾഡ് ആയിട്ടുള്ളത് ഇങ്ങനെ ആയിരുന്നു അല്ലെ. ഈ പ്രോസസ്സുകളിലൂടെ കടന്നു പോയപ്പോ ആ തുണി ഇപ്പൊ എങ്ങനെയായി? സോയിൽഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അല്ലെ, ക്ലീൻ ആയി അല്ലെ. ക്ലീൻ ആയിട്ടുള്ള തുണിത്തരമായിട്ട് നമുക്ക് കിട്ടി. തേർഡ് സ്റ്റെപ്പ് നോക്കി നിങ്ങൾ, ടു ഇൻസ്പെക്ട് ആൻഡ് റിപ്പയർ ഡാമേജ്ഡ് മെറ്റീരിയൽസ് ആൻഡ് റീപ്ലേസ് ദം. ഇനി എന്ത് ചെയ്യണം? ഈ മെറ്റീരിയൽസ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും പിന്നീട്ടുണ്ടാവും, ചിലപ്പോൾ ചില കീറലുകൾ ഉണ്ടാവും അല്ലെ, ചില തുണിത്തരങ്ങളിൽ ഉണ്ടാവും. അങ്ങനെയുള്ള ഡാമേജുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് അത് റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് റിപ്പയർ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? റീപ്ലേസ് ദം, അത് മാറ്റി വേറൊരെണ്ണം പകരം സ്ഥാപിക്കുകയും ചെയ്യുക. Then fourth one ആണ് to distribute clean linen to the respective user departments as needed. ഇനി എന്ത് ചെയ്യുന്നു? വൃത്തിയാക്കി നമ്മൾ ക്ലീൻ ചെയ്ത് മടക്കി വെച്ചിരിക്കുന്ന സാധനമാണ് അല്ലെ. അത് നമ്മൾ എന്ത് ചെയ്യണം? അതാത് യൂസർ ഡിപ്പാർട്ട്മെന്റുകളുടെ ആവശ്യകതകൾക്കനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യണം? വിതരണം ചെയ്യണം. Then fifth one എന്താ? To maintain and control the inventories and process the linen. ഇനി എന്ത് ചെയ്യുന്നു? To maintain and control the inventories. അവിടെയുള്ള വിവര പട്ടികകൾ, ഇൻവെന്ററീസ് എന്ന് പറഞ്ഞാൽ വിവര പട്ടികകൾ അല്ലെ. ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉണ്ടാവും, ഒരുപാട് മെഷീനറീസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള എല്ലാത്തിനെയും കുറിച്ചുമുള്ള വിവര പട്ടികകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് കൺട്രോൾ ദ പ്രോസസ്ഡ് ലിനൻ. ഇപ്പൊ പ്രോസസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള തുണിത്തരങ്ങളുടെ വിവര പട്ടികകൾ ഉണ്ടാവുമല്ലോ അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഏതൊക്കെ തുണിത്തരങ്ങളാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് അല്ലെ, അതിനനുസരിച്ച് എത്ര എണ്ണം ക്ലീൻ ചെയ്ത് നമ്മൾ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുമുള്ള
റെക്കോർഡുകൾ അല്ലെങ്കിൽ വിവരങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം, കൺട്രോൾ ചെയ്യണം. Then sixth one ആണ് retain different types of registers in the department. ആ ഒരു ഡിപ്പാർട്ട്മെന്റില് ഈ പറയുന്ന വിധത്തിലുള്ള ഒരുപാട് രജിസ്റ്റേഴ്സ് ഉണ്ടാവും. വരുന്ന തുണിത്തരങ്ങളുടെ രജിസ്റ്റേഴ്സ് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന്റെ, അതുപോലെ അവിടെയുള്ള എക്യുപ്മെന്റ്സുകളുടെ, ഉപകരണങ്ങളുടെ ആവശ്യമായിട്ടുള്ള ക്ലീനിങ് മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ, അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്യുന്നതിന്റെ, ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് രജിസ്റ്ററുകൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് അവിടെ നിലനിർത്തുന്നതും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു ഫംഗ്ഷൻ ആണ്. കിട്ടിയോ? ആ ഒരു 6 ഫംഗ്ഷൻസ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. Then okay, the responsibility of the department is to manage technical functions, determine the determination of the type of linen to be purchased. ഇനി എന്തൊക്കെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റ് ടെക്നിക്കൽ ഫംഗ്ഷൻസ്, സാങ്കേതികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൽ വരുന്ന എന്താ? ഡിറ്റർമിനേഷൻ ഓഫ് ദ ടൈപ്പ് ഓഫ് ലിനൻ ടു ബി പർച്ചേസ്ഡ്. ഏത് തരത്തിലുള്ള ലിനൻസ് ആണ് പർച്ചേസ് ചെയ്യേണ്ടത്? തുണിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെ തുണിത്തരങ്ങളാണ് പർച്ചേസ് ചെയ്യേണ്ടത്? കാരണം ചില സമയങ്ങളിൽ തുണിത്തരങ്ങൾ ഷോർട്ടേജ് വരാം, അല്ലെ? അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പുതിയ പുതിയ ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരില്ലേ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തുണിത്തരങ്ങള് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പാണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്ന് നിർണ്ണയിക്കുന്നത് ഈ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ സ്റ്റോക്ക്. അവിടെ സ്റ്റോക്കില് ഏതൊക്കെ മെറ്റീരിയൽസ് ഉണ്ട്, ഇനി എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് സ്റ്റോക്കിലേക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന രീതിയിലുള്ള അതിന്റെ അളവ്, അതാണ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ സ്റ്റോക്ക്. അവിടെ സ്റ്റോക്കില് നമുക്ക് എപ്പോഴും അറിയാം എന്താണ്, നമ്മുടെ വീടുകളിലാണെങ്കിൽ നമ്മൾ ഒരു ബെഡ്ഷീറ്റ് മാത്രം വെച്ചാണ് യൂസ് ചെയ്യുന്നത്, അല്ല? ഒരെണ്ണം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റോക്ക് ആയിട്ടുണ്ടാവില്ലേ? അതുപോലെ തന്നെ ഇവിടെ ഈ ലിനൻ മെറ്റീരിയൽ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിലും അവിടെ യൂസ് ചെയ്യാൻ കൊടുക്കുന്നതിലുപരി അവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടാവും. ഈ പറയുന്ന എല്ലാത്തിന്റെയും സ്റ്റോക്ക് അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എത്രത്തോളം സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് അവിടെ ഉണ്ട്, അതിന്റെ ക്വാണ്ടിറ്റി, അളവ് എത്ര എണ്ണമുണ്ട്, ഇനി എന്തെങ്കിലും സ്റ്റോക്ക് ആവശ്യമാണെങ്കിൽ അതനുസരിച്ച് പർച്ചേസ് ചെയ്യണം, അല്ലെ? അതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള എല്ലാ ടെക്നിക്കൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളും മാനേജ് ചെയ്യേണ്ടത് ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. The requirements for linen vary in various areas. പല ഡിപ്പാർട്ട്മെന്റുകളുടെ ഉപയോഗത്തിനനുസരിച്ച് പല ഡിപ്പാർട്ട്മെന്റുകളിലും ഈ തുണിത്തരങ്ങളുടെ ആവശ്യകത എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? വ്യത്യസ്തമായിരിക്കും, അല്ലെ? ഒരു വാർഡിലേക്ക് വേണ്ട തരത്തിലുള്ള ലിനൻസ് ആയിരിക്കില്ല ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വേണ്ടത്, അല്ലെ? അത് വ്യത്യസ്തമായിരിക്കും. Then the hospital needs to provide sufficient quantity of linen for circulation as well as rest period in storage. ഇനി എന്ത് ചെയ്യണം? അതിനു വേണ്ടി ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് അവിടെ ഈ സാധനങ്ങൾ എത്തിക്കണമെങ്കിൽ അത് ആരുമൊക്കെ പ്രൊവൈഡ് ചെയ്യണം? ഹോസ്പിറ്റലുകാരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഹോസ്പിറ്റല് നല്ല സഫിഷ്യന്റ് ക്വാണ്ടിറ്റി, മതിയായ ക്വാണ്ടിറ്റിയിലുള്ള മതിയായ അളവിലുള്ള ലിനൻസ് അല്ലെങ്കിൽ തുണിത്തരങ്ങൾ അവിടെ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊടുത്തിരിക്കണം. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്താൽ മാത്രമേ ഈ ഡിപ്പാർട്ട്മെന്റിന് കൃത്യമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യത്തിനുള്ള ലിനൻസ് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ആസ് വെൽ ആസ് എ റെസ്റ്റ് പീരീഡ് ഇൻ സ്റ്റോറേജ്, അത് സ്റ്റോർ ചെയ്ത് വെക്കാനും വേണം, അത് കൂടാതെ ഇവിടെ സർക്കുലേറ്റ് ചെയ്യാനും എന്ത് ആവശ്യമായിട്ടുള്ള തുണിത്തരങ്ങള് ഹോസ്പിറ്റലുകാര് കൃത്യമായിട്ട് ഈ ഡിപ്പാർട്ട്മെന്റിന് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ ആ ഒരു പാരഗ്രാഫ്? ഓക്കെ. നെക്സ്റ്റ് നമ്മള് ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. ഈ ഒരു ഹൗസ് എന്താണ് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ ആണ് നോക്കുന്നത്. നോക്കി, ദ ലോണ്ടറി ഷുഡ് ബി ലൊക്കേറ്റഡ് ഇൻ ആൻ ഏരിയ ദാറ്റ് ഹാസ് സഫിഷ്യന്റ് ഡേലൈറ്റ് ആൻഡ് നാച്ചുറൽ വെന്റിലേഷൻ. നമ്മുടെ വീടുകളിലെ തുണിയൊക്കെ ഉണങ്ങണമെങ്കിൽ എന്ത് വേണം? എന്താ വേണ്ടത്? മഴക്കാലമാണെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല വെയിൽ കിട്ടുന്ന ഇടത്ത് നോക്കിയല്ലേ തുണിയൊക്കെ ഉണങ്ങാനിടുന്നേ, അല്ലേ? അതുപോലെ അതെ, വെളിച്ചമുള്ള ഡേ ലൈറ്റ്, നല്ല പകൽ വെളിച്ചമുള്ള സ്ഥലം, സൺലൈറ്റ് ഉള്ള, അല്ലെ, പ്രകൃതിദത്തമായിട്ടുള്ള ഒരു വെന്റിലേഷൻ അല്ലെങ്കിൽ വായു സഞ്ചാരമുള്ള ഏരിയകൾ നോക്കിയായിരിക്കണം ഈ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ പറയേണ്ടത്. നമ്മുടെ വീടുകളിൽ കാര്യങ്ങൾ അലക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് ആ ലൊക്കേഷനെ പറ്റിയുള്ള കാര്യങ്ങൾ കിട്ടും. നോക്കിയ സെക്കൻഡ്, ടിപ്പിക്കലി ഇറ്റ് ഷുഡ് ബി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ, അല്ലെ? ഏറ്റവും ടിപ്പിക്കലി ഏറ്റവും അനുയോജ്യമായിട്ട് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്
ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്, താഴത്തെ നില തന്നെയാണ്. ഓഫ് ആൻ ഐസൊലേറ്റഡ് ബിൽഡിംഗ് സിറ്റുവേറ്റഡ് നെക്സ്റ്റ് ടു ഓർ അഡ്ജസന്റ് ടു ദ വാട്ടർ ആൻഡ് പവർ പ്ലാന്റ് away from the main service area. ഇനി എന്താ പറയുന്നത്, ഇത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. എന്നാൽ എങ്ങനെയുള്ള ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം? ഏത് ബിൽഡിങ്ങിന്റെയാ? ഐസൊലേറ്റഡ് ബിൽഡിംഗ് എന്ന് വെച്ചാൽ എന്താ? ഒറ്റപ്പെട്ട, നമ്മുടെ ഹോസ്പിറ്റലിലെ മെയിൻ സർവീസ് കൊടുക്കുന്ന ഏരിയകളിലെ അവിടെ ഒന്നും ആവരുത്, അവിടെ നിന്നും മാറി ഒറ്റപ്പെട്ട ഒരു ഏരിയ. അവിടെ എങ്ങനെയൊക്കെ ആയിരിക്കണം? വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം, പവർ സപ്ലൈ ഉണ്ടായിരിക്കണം, അല്ലെ? നല്ല രീതിയിൽ വാട്ടറിന്റെ അവൈലബിലിറ്റി നല്ല അത്യാവശ്യമാണ്, അല്ലെ? നല്ല രീതിയിൽ വെള്ളം അവിടെ എന്ത് ചെയ്യണം? ആവശ്യമായിട്ട് ലഭിക്കണം. രണ്ടാമത്തത് പവർ പ്ലാന്റിന്റെ അടുത്തായിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും പവർ കിട്ടണം എന്ന് പറയുന്നത്? അവിടെ ഒരുപാട് മെഷീൻസ് യൂസ് ചെയ്യുന്നില്ലേ, അല്ലെ? അപ്പൊ അതിനനുസരിച്ചുള്ള പവർ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും കൂടിയുള്ള, എന്നാൽ മെയിൻ സർവീസ് ഏരിയകളിൽ നിന്നും വിട്ടു നിൽക്കുന്ന, അല്ലെ, ഐസൊലേറ്റഡ് ആയി നിൽക്കുന്ന, അല്ലെങ്കിൽ എന്താണ് ഒറ്റപ്പെട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം എന്തിന്റെ ലൊക്കേഷൻ വരേണ്ടത്? എന്തിന്റെ ലൊക്കേഷനാണ് വരേണ്ടത്? ലോണ്ടറി ആൻഡ് ലിനൻ സർവീസുകൾ ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ വരേണ്ടത്. നെക്സ്റ്റ് നോക്കിയേ, the department should be situated close to the elevators and must permit easy movement of linen to different areas. ഇനി ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തായിട്ട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് ഏതൊരു സൗകര്യം വേണമെന്നാ പറയുന്നത്? എലിവേറ്റേഴ്സ് അല്ലെങ്കിൽ ലിഫ്റ്റ് സൗകര്യങ്ങൾ ആവശ്യമാണ്. എന്തിനു വേണ്ടിയാണ് ലിഫ്റ്റ് വെക്കുന്നത്? and must permit easy movement of linen to different areas. ഇവിടെ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നത്, അപ്പൊ ഒരുപാട് ഏരിയയിൽ നിന്ന് നമ്മൾ ലിനൻസ് കളക്ട് ചെയ്യുന്നുണ്ട്, അല്ലെ? ആ ലിനൻസ് എല്ലാം ഇവിടേക്ക് കൊണ്ടുവരാനായിട്ടും, അതുകൂടാതെ ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടുള്ള ലിനൻസ് ഇവിടെ നിന്ന് പല ഏരിയാസിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി, അങ്ങനെ ഒരു ഈസി മൂവ്മെന്റ് വളരെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള എലിവേറ്റേഴ്സ് ലിഫ്റ്റിനടുത്തായിരിക്കണം ഈ ഒരു ലൊക്കേഷൻ വരേണ്ടത് എന്ന് പറയുന്നത്. Then hospital laundry manages specialty items and tasks which mainly include disinfection and infection control of normally stained linen as well as infected linen. ഇനി ഈ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റില് രണ്ട് രീതിയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസിനെയും നമ്മൾ ഇവിടെ മാനേജ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഡിസിൻഫെക്ഷൻ ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫ് നോർമലി സാധാരണ നമ്മുടെ സ്റ്റെയിൻഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളുണ്ട്, അല്ലെ? സാധാരണ രീതിയിൽ കറ പറ്റുന്ന തുണിത്തരങ്ങളുണ്ട്. ആസ് വെൽ ആസ് ഇൻഫെക്റ്റഡ് ലിനൻ, ഇപ്പൊ ബോഡി ഫ്ലൂയിഡ്സ് മുതലായിട്ടുള്ളവ വഴി ഇൻഫെക്റ്റഡ് ആവുന്ന ലിനൻസ് ഇല്ലേ? ഇൻഫെക്റ്റഡ് ആയത് എന്താണെന്ന് നമുക്ക് ഇവിടെ ടൈപ്പുകൾ പഠിക്കാനുണ്ട് കേട്ടോ. ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുമ്പോൾ എന്താ, എങ്ങനെയുള്ളതായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ. ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുമ്പോൾ അത് ആരൊക്കെ യൂസ് ചെയ്യുന്നതാവാം? ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ ഉപയോഗിക്കുന്നതാവാം, ഇല്ലേ? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങളാവാം. അതെ, സർജറിക്ക് ശേഷമാവാം, അല്ലെങ്കിൽ എന്താണ് അവരുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന അവിടുത്തെ ജീവനക്കാർ യൂസ് ചെയ്യുന്നതാവാം, ഇല്ലേ? അങ്ങനെയുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ ഉണ്ടാവാം. അല്ലാതെ നോർമലി കറകൾ പറ്റുന്ന തുണിത്തരങ്ങളും ഉണ്ടാവും, ഇല്ലേ? ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രോസസ്സിംഗ് ചെയ്യുന്നത്. ഒരിക്കലും ഇത് മിക്സ് ചെയ്തല്ല പ്രോസസ്സിംഗ് ചെയ്യുന്നത്. രണ്ടായിട്ടാണ് നമ്മളിവിടെ പ്രോസസ്സിംഗ് ചെയ്യുന്നത്. ഇതൊരിക്കലും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റുക ഇൻഫെക്ഷൻസ് എല്ലാ തുണിത്തരങ്ങളിലേക്കും സ്പ്രെഡ് ആവും, അല്ലെ? അതുകൊണ്ട് തന്നെ രണ്ട് രീതിയിലായിട്ട് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് നമ്മളിവിടെ പ്രോസസ്സിംഗ് ചെയ്യുന്നത്. അതാണ് നമ്മൾ പറയുന്നത്. നോക്കിയേ, ഹോസ്പിറ്റൽ ലോണ്ടറി മാനേജസ് സ്പെഷ്യാലിറ്റി ഐറ്റംസ് ആൻഡ് ടാസ്ക് വിച്ച് മെയിൻലി ഇൻക്ലൂഡ് ഡിസിൻഫെക്ഷൻ ആൻഡ് infection control of normally stained linen as well as infected linen. രണ്ട് തരത്തിലുള്ളവയും നമ്മൾ ഇവിടെ മാനേജ് ചെയ്യുന്നുണ്ട്. Then there should be separate infection areas from the reception areas. ഇനി എന്താ, നോർമലി സ്റ്റെയിൻഡ് ആയിട്ടുള്ള നമ്മൾ റിസപ്ഷൻ ഏരിയയിലൂടെയാണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ മാനേജ് ചെയ്യാനും പ്രോസസ് ചെയ്യാനും വേണ്ടി ഇത് സെപ്പറേറ്റ് ഏരിയ തന്നെ ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ ഒരുക്കിയിട്ടുണ്ടാവും. ഒരിക്കലും ഇത് ഒരുമിച്ചല്ല
ഒരുമിച്ചല്ല നമ്മൾ പ്രോസസ്സിംഗ് ചെയ്യുന്നത്, രണ്ടും രണ്ടായിട്ടാണ്. അതാണ് അവിടെ പറയുന്നത്. സെപ്പറേറ്റ് ഇൻഫെക്ഷൻ ഏരിയാസ്, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ഏരിയ തന്നെ അവിടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസിനെ മാത്രം മാനേജ് ചെയ്യുകയും പ്രോസസ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഏരിയ ഇതിനു വേണ്ടി ഉണ്ടായിരിക്കും. Then there should be sufficient power, sufficient quantity of steam as well as correct temperature. ഇനി ഇവിടെ എന്തൊക്കെ ആവശ്യമാണ്? മതിയായ അളവില് പവർ ആവശ്യമാണ്, അല്ലെ, വൈദ്യുതി ആവശ്യമാണ്. And sufficient quantity of steam. സ്റ്റീം എന്ന് പറയുന്നത് നീരാവി. കണ്ടിട്ടുണ്ടോ നിങ്ങള്? എന്തിനു വേണ്ടിയായിരിക്കും സ്റ്റീം യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയായിരിക്കും സ്റ്റീം യൂസ് ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തിനു വേണ്ടിയായിരിക്കും സ്റ്റീം യൂസ് ചെയ്യുന്നത്? സ്റ്റെറിലൈസ് ചെയ്യാൻ, അല്ലെ, തുണിത്തരങ്ങൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സ്റ്റീം ഉപയോഗിക്കാറുണ്ട്. ആസ് വെൽ ആസ് കറക്റ്റ് ടെമ്പറേച്ചർ, കൃത്യമായ ടെമ്പറേച്ചറിൽ ഈ താപനിലയും അവിടെ ആവശ്യമാണ്. കിട്ടിയോ? ലൊക്കേഷണൽ ഡിസൈൻ ക്ലിയർ ആണോ? Then next വരുന്നത് ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ് ഫോർ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ്. ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസുകളിൽ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ സ്പേസുകളാണ് ആവശ്യമായിട്ടുള്ളത്, എന്തൊക്കെ ഫെസിലിറ്റികളാണ് അവിടെ ആവശ്യമായിട്ടുള്ളത്, ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ ബേസ് ചെയ്തിട്ട് പറയുന്നതാണ് കേട്ടോ. ബേസിക് റിക്വയർമെന്റ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് include എന്തൊക്കെയാണ്? ഡീകണ്ടാമിനേഷൻ ഏരിയ, ദാറ്റ് ഈസ് ലൂസിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ്. ഇതിനു വേണ്ടിയാണ് ഒരു ഡീകണ്ടാമിനേറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്, അണുമുക്തമാക്കുന്ന ഏരിയ, അല്ലെ. അവിടെ എന്താണ് വേണ്ടത്? ലൂസിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് ആണ് അവിടെ ചെയ്യുന്നത്. ലൂസിങ് എന്ന് പറയുന്നത് കഴുകുക, അല്ലെ. ഡിസ്ഇൻഫെക്റ്റിംഗ് എന്ന് പറയുന്നത് അണുവിമുക്തമാക്കുക. അപ്പൊ അണുവിമുക്തമാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? കഴുകുന്നു. ഇപ്പൊ എന്തെങ്കിലും കറകൾ പറ്റിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അല്ലെ. കറകളൊക്കെ പറ്റി കഴിഞ്ഞാൽ നമ്മൾ അത് നേരെ വാഷിങ്ങിലേക്ക് ഡയറക്റ്റ് ഇടുന്നതിന് മുൻപ് അത് നമ്മൾ എന്ത് ചെയ്യുന്നു? കഴുകി അതിനെ എന്ത് ചെയ്യുന്നു? ഡിസ്ഇൻഫെക്റ്റിംഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ അണുവിമുക്തമാക്കിയതിനു ശേഷമാണ് അത് നമ്മൾ എല്ലാത്തിന്റെയും കൂടെ വാഷിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. രണ്ടാമത് ഏരിയ വിത്ത് ഫെസിലിറ്റീസ് ഫോർ റിസീവിംഗ്, സ്റ്റോറിംഗ്, സോർട്ടിംഗ് ആൻഡ് വാഷർ ലോഡിംഗ് ഓഫ് സോയിൽഡ് ലിനൻ. ഇനി രണ്ടാമത്തെ ഏരിയ ഏതാണ്? ഏരിയ വിത്ത് ഫെസിലിറ്റീസ്. എന്തൊക്കെ സൗകര്യങ്ങൾക്കുള്ള ഏരിയ ആണ് വേണ്ടത്? ഈ തുണിത്തരങ്ങൾ റിസീവ് ചെയ്യാനുള്ള ഏരിയ, സോർട്ടിംഗ് ചെയ്യാനുള്ള, സോർട്ടിംഗ് ആണ് കേട്ടോ, സോർട്ടിംഗ് ചെയ്യാനായിട്ടുള്ള ഏരിയ, സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഏരിയ, വാഷർ ലോഡിംഗ് ഓഫ് സോയിൽഡ് ലിനൻ. ഇനി എന്ത് ചെയ്യണം? സോയിൽഡ് ആയിട്ടുള്ള ലിനൻ, നമ്മുടെ നോർമലി നമ്മൾ മുഷിഞ്ഞ അല്ലെങ്കിൽ അഴുക്ക് പറ്റിയിട്ടുള്ള തുണിത്തരങ്ങള് വാഷിംഗ് മെഷീനിലേക്ക് ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ കൂടി ഉണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? സെക്കൻഡ് വൺ. തേർഡ് വൺ നോക്കിയേ, പ്രൊവിഷൻ ഫോർ സപ്ലൈ ഓഫ് വാട്ടർ, സ്റ്റീം ആൻഡ് പവർ. മൂന്നാമത്തെ എന്താ? എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുന്നത്? മതിയായ വാട്ടർ ഫെസിലിറ്റികൾ കൊടുക്കണം, സ്റ്റീം, പവർ, അല്ലെ, വൈദ്യുതി, നീരാവി മുതലായ എല്ലാ സൗകര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. നാലാമതായിട്ട് ക്ലീൻ ലിനൻ പ്രോസസിംഗ് റൂം. വൃത്തിയുള്ള ലിനൻ, അതായത് ക്ലീൻ ആയിട്ടുള്ള തുണിത്തരങ്ങളിലെ നമ്മുടെ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് വരുന്ന തുണിത്തരങ്ങള് പ്രോസസ് ചെയ്യാനായിട്ടുള്ള ഒരു ക്ലീൻ ലിനൻ പ്രോസസിംഗ് റൂം ഉണ്ടായിരിക്കണം. സ്റ്റാഫ് ഫെസിലിറ്റി, മതിയായ ജീവനക്കാരുടെ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെ. സ്റ്റാഫുകൾക്ക് നല്ല രീതിയിലുള്ള സൗകര്യങ്ങളും ഫെസിലിറ്റികൾ, ഇപ്പൊ സ്റ്റാഫിന് വേണ്ടിയിട്ടായിട്ടുള്ള റൂം അല്ലെങ്കിൽ ഒരു ഏരിയ മുതലായ കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. മതിയായ ജീവനക്കാർ അവിടെ ഉണ്ടായിരിക്കണം. ഏരിയ ഫോർ അയണിങ്, സ്യൂവിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ആൻഡ് ക്ലോത്ത്സ് ഡ്രൈയിങ് ഏരിയ. ഇനി എന്താണ് വേണ്ടത്? ഒരു ഏരിയ എന്തിനു വേണ്ടിയിട്ടാ? അയണിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്യൂവിംഗ് എന്ന് പറയുന്നത് എന്താണ്? സ്യൂവിംഗ് എന്താണ്? സ്യൂവിംഗ് എന്ന് പറഞ്ഞാല് ആരുടെ വീട്ടിലും ഇല്ലേ മെഷീനൊന്നും? തുന്നക അല്ലെങ്കിൽ തയ്യൽ മെഷീനുകൾ, അല്ലെ, തയ്ക്കാനുണ്ടാവും. ചില സാധനങ്ങൾ കീറിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് തയ്ച്ച് വൃത്തിയാക്കേണ്ടതായിട്ട് വരും, അല്ലെ. മെയിൻറ്റെയിൻ എന്ന് പറയുന്നത് നന്നാക്കുക. ചിലപ്പോൾ എന്തെങ്കിലും പിന്നിയതായിട്ടുള്ളതുണ്ടെങ്കിലോ അതൊക്കെ നമുക്ക് തുന്നിയൊക്കെ നന്നാക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കണം. ആൻഡ് ക്ലോത്ത്സ് ഡ്രൈയിങ് ഏരിയ, ക്ലോത്തുകൾ, തുണിത്തരങ്ങൾ ഉണക്കാനുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കണം. സൊല്യൂഷൻ പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ് റൂം. ഈ പറയുന്ന ക്ലോത്തുകളുടെ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യണം, വാഷ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമ്മുടെ വീടുകളിൽ തയ്യാറാക്കാറില്ലേ? ഡിറ്റർജന്റ് അല്ലാതെ ലിക്വിഡുകളൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് സൊല്യൂഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാറില്ലേ? അതുപോലെ ഇവിടെ സൊല്യൂഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ വേണം. അത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള സ്റ്റോറേജ് റൂമും ആവശ്യമാണ്. ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റി. എന്താണ് ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാല്? എന്താണ് ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റി? നമ്മുടെ വീടുകളിലൊക്കെ എങ്ങനെയാണ് നിങ്ങൾ അലക്കാറ്? മെഷീൻ മാത്രമാണോ യൂസ് ചെയ്യാറ്? പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു? അതുകൊണ്ടായിരുന്നു, അല്ലെ. കൈകൊണ്ട് അലക്കിയിടുന്നതായിട്ടുള്ള കുറച്ച് തുണികൾ ഉണ്ടാവില്ലേ?
അത് തന്നെ, അതാണ് ഇവിടെ ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മള് എപ്പോഴും നമുക്ക് എല്ലാ തുണിത്തരങ്ങളും മെഷീനിൽ യൂസ് ചെയ്തുകൊണ്ട് കഴുകാൻ പറ്റാത്ത തുണിത്തരങ്ങളുണ്ടാവും. അങ്ങനെയുള്ളവ നമ്മൾ കൈകൾ ഉപയോഗിച്ച് തന്നെ വാഷ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അങ്ങനെയുള്ള വാഷ് ചെയ്യേണ്ടതായിട്ട് വരുന്ന തുണിത്തരങ്ങള് വാഷ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റികളിൽ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. ലോക്കബിൾ സ്റ്റോർ ടു അക്കോമഡേറ്റ് മെറ്റീരിയൽസ്. ഇനി എന്താണ്, ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോറുകൾ വേണം. എന്തിനാണ്? അക്കോമഡേറ്റ് മെറ്റീരിയൽസ് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് ആ സ്റ്റോറിൽ എടുത്ത് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന സ്റ്റോർ ആയതുകൊണ്ട് ക്ലീൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്ത് വെക്കാം, ആ ഒരു ലോക്കബിൾ സ്റ്റോറിനുള്ളിൽ കയറ്റി വെച്ച് നമുക്ക് ലോക്ക് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ വണ്ണാണ് ക്ലീൻ ലിനൻ ഇഷ്യൂവിംഗ് കൗണ്ടർ. ഇങ്ങനെയുള്ള വൃത്തിയാക്കിയിട്ടുള്ള തുണിത്തരങ്ങള് ഇഷ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ വിതരണം ചെയ്യാനായിട്ടുള്ള ഒരു കൗണ്ടർ ഉണ്ടായിരിക്കണം. 11th വണ്ണാണ് സ്റ്റോറേജ് പ്ലേസ് ഫോർ ക്ലീനിങ് ഏജന്റ് സ്റ്റോറിംഗ് ക്ലീൻ ലിനൻ എക്സെട്ര. ഇനി എന്ത് ചെയ്യണം, സ്റ്റോറേജ് പ്ലേസ് ഫോർ ക്ലീനിങ് ഏജൻസ്, നല്ല ക്ലീനിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ലിക്വിഡ്സ് ആവാം, പൗഡറുകളാവാം, അങ്ങനെയുള്ള എല്ലാ ക്ലീനിങ് ഏജൻസും സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലേസ് വേണം. സ്റ്റോറിംഗ് ക്ലീൻ ലിനൻസ് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള സ്പേസ് വേണം. ഇനഫ് സ്പേസ് ഫോർ ഹെവി എക്യുപ്മെന്റ് ലൈക്ക് വാഷിംഗ് മെഷീൻ, സ്ക്യൂസർ എക്സെട്ര. ഇനി എന്ത് ചെയ്യണം, ഹെവി എക്യുപ്മെന്റ്സ്, വാഷിംഗ് മെഷീന്, സ്ക്യൂസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ക്യൂസർ എന്ന് പറഞ്ഞാല് ഈ വാഷ് ചെയ്ത് വരുന്ന തുണിത്തരങ്ങളുടെ വെള്ളമൊക്കെ നമ്മള് ഡ്രയറൊക്കെ യൂസ് ചെയ്യാറില്ലേ, നമ്മള് വാഷിംഗ് മെഷീനില് ഡ്രയർ യൂസ് ചെയ്യാറില്ലേ, അതുപോലെ പിഴിയാനായിട്ട് സ്ക്യൂസ് ചെയ്ത് കളയാൻ വേണ്ടിട്ട് വെള്ളമൊക്കെ പിഴിഞ്ഞ് കളയാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. അതുപോലെയുള്ള ഹെവി എക്യുപ്മെന്റ്സ് ആണ് വെക്കാൻ ആവശ്യമായിട്ടുള്ള സ്പേസ് വേണം. ലാസ്റ്റ് 13th പറയുന്നത് ഡെസ്കുകള്, കൗണ്ടറുകള്, ക്യാബിനറ്റ്സ്, ഈ അലമാരികള്, ടു സ്റ്റോർ ഫയൽസ് ആണ് രജിസ്റ്റേഴ്സ്. അവിടെ ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഫയൽസും രജിസ്റ്റേഴ്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ക്യാബിനറ്റ്സ്, അലമാരകളോ കൗണ്ടറുകളോ ഡെസ്കോ മുതലായ ഫെസിലിറ്റികളിൽ സൗകര്യങ്ങളോ പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെ ഈ ഫെസിലിറ്റി ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വേണ്ട ഫെസിലിറ്റികളിൽ സ്പേസ് റിക്വയർമെന്റ്സ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ ലോണ്ടറി സർവീസിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം എന്തൊക്കെയാണ്? An efficient and effective linen and laundry services can increase patient experience and reduce the danger of cross contamination. എന്താണ്? Efficient and effective linen and laundry services can increase patient experience. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഒരു ഹോസ്പിറ്റലില് ലോണ്ടറി സർവീസ് വളരെ ഫലപ്രദമായിട്ടും കാര്യക്ഷമവുമായിട്ടുള്ള ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസുകൾ ഉണ്ടെങ്കിൽ അത് എന്തിനെ സഹായിക്കുന്നു എന്നാ പറയുന്നത്? ക്യാൻ ഇൻക്രീസ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. അവിടെ ചെല്ലുന്ന ഓരോ പേഷ്യൻസിനെയും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ആൻഡ് റെഡ്യൂസ് ദ ഡേഞ്ചർ ഓഫ് ക്രോസ് കണ്ടാമിനേഷൻ. എന്താണ് ക്രോസ് കണ്ടാമിനേഷൻസ് എന്ന് പറഞ്ഞാല്? എന്താണ് ക്രോസ് കണ്ടാമിനേഷൻസ്? ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ മൈക്രോബ്സ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതിനെയാണ് നമ്മുടെ ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഇൻഫെക്ഷൻസ് ഒന്നിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് സ്പ്രെഡ് ആയി പോകുന്നതിനെ നമുക്ക് തടയാനാണ്, അല്ലെങ്കിൽ ആ ഒരു കണ്ടാമിനേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നതിന്റെ ആ ഒരു ഡേഞ്ചറിന് അപകട സാധ്യത കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ വരുന്ന പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു അനുഭവം കൂട്ടാനായിട്ടും നല്ലൊരു കാര്യക്ഷമമായിട്ടും ഫലപ്രദവുമായിട്ടുള്ള ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസുകളിലൂടെ സാധിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് നെസസറി ടു ഹാവ് clean and hygienic laundry which would ensure a safe environment for patients and prevent spread of infection. എന്താ പറയുന്നത്? It is necessary to have, ഏറ്റവും അനിവാര്യമായിട്ടുള്ള എന്താണ്? Clean and hygienic laundry, വളരെ വൃത്തിയുള്ളതും ശുചിത്വപൂർണവുമായിട്ടുള്ള ഒരു ലോണ്ടറി സർവീസ് അല്ലെങ്കിൽ ഒരു അലക്കുശാല ആ ഒരു ഹോസ്പിറ്റലിൽ ആവശ്യമാണ്. എന്തിനു വേണ്ടിയാ? Which would ensure a safe environment for patients. അവിടെ വരുന്ന പേഷ്യൻസിന് ഒരു സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പുവരുത്താൻ സാധിക്കുന്നുണ്ട്. അതിലൂടെ prevent spread of infections.
ഇൻഫെക്ഷൻസ് പരക്കുന്നതിനെ പകരുന്നതിനെ തടയാനായിട്ട് അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും ഒരു സുരക്ഷിതമായ അന്തരീക്ഷം നൽകാനായിട്ടും എന്ത് സഹായിക്കുന്നുണ്ട്? വളരെ വൃത്തിയുള്ളതും ഹൈജീനിക്കുമായിട്ടുള്ള ഒരു ലോണ്ടറി നമ്മളെ കൊണ്ട് നമുക്കത് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊരു ഹോസ്പിറ്റലും നല്ല വൃത്തിയുള്ളതും അതുപോലെ ഹൈജീനിക്കുമായിട്ടുള്ള ഒരു ലോണ്ടറി അല്ലെങ്കിൽ ഒരു അലക്കശാല ഉണ്ടെങ്കിൽ അതുവഴി ആ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് നല്ല സർവീസ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സേഫ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അവിടെ വരുന്ന പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് അതിലൂടെ ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് ക്രോസ് കണ്ടാമിനേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് മുതലായവ സ്പ്രെഡ് ആവുന്നതിന്റെ ആ ഒരു അപകടം, ഇൻഫെക്ഷൻസ് പകരുന്നതിന്റെ ആ ഒരു അപകട സാധ്യത കുറയ്ക്കാനും സാധിക്കുന്നുണ്ട്. കിട്ടിയോ ഒരു ഫസ്റ്റ് പാരഗ്രാഫ്? ഓക്കെ. Thus it helps in. ഇനി എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഹോസ്പിറ്റലുകള് നമ്മുടെ ഒരു നല്ല ലോണ്ടറി സർവീസ് ഉണ്ടെങ്കിൽ എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണെങ്കിൽ എന്തിനൊക്കെയാണ് സഹായിക്കുന്നത്? ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, പ്രിവെന്റിംഗ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻസ് പകരുന്നതിനെ തടയുന്നു അല്ലെ? പ്രിവെന്റിംഗ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻസ് പകരുന്നതിനെ തടയുന്നുണ്ട് ഇല്ലേ? നല്ലൊരു ലോണ്ടറി സർവീസ് ആണെങ്കിൽ അവിടെ ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നതിനെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. രണ്ടാമതായിട്ട് പേഷ്യൻസ് കംഫർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. നല്ല വൃത്തിയുള്ള ക്ലീൻ ആൻഡ് ഹൈജീനിക് ആയിട്ടുള്ള തുണിത്തരങ്ങളാണ് നമുക്ക് കിട്ടുന്നതെങ്കിലോ നമ്മളൊരു ഹോസ്പിറ്റലിൽ ഒരു റൂം അഡ്മിറ്റ് ആയി, നമ്മൾ ആ റൂമിൽ ചെല്ലുമ്പോൾ ഒരു മുഷിഞ്ഞ അല്ലെങ്കിൽ വളരെ സ്മെല്ലുള്ള ഫൗൾ സ്മെല്ലുള്ള തുണിത്തരങ്ങളാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും? നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും? അത് അല്ല, ഒരിക്കലും കംഫർട്ടബിൾ ആയിരിക്കില്ല. അതേസമയം നല്ല വൃത്തിയുള്ള നല്ല രീതിയിൽ നല്ല ഹൈജീനിക് ആൻഡ് നീറ്റ് ആയിട്ടുള്ള തുണിത്തരങ്ങളാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ, നമുക്ക് അങ്ങനത്തെ തുണിത്തരങ്ങളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ വരുന്ന പേഷ്യൻസിന് എന്ത് ചെയ്യും? അതെ, സംതൃപ്തി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനും വളരെ കംഫർട്ടബിൾ ആയിട്ടും അവർക്ക് ഫീൽ ചെയ്യും അല്ലെ? മൂന്നാമതായിട്ട് പറയുന്നത് എസ്തെറ്റിക് വാല്യൂ. എന്താണ് എസ്തെറ്റിക് വാല്യൂ? കേട്ടിട്ടുണ്ടോ? സൗന്ദര്യാത്മക മൂല്യം കേട്ടിട്ടുണ്ടോ? എന്താണ് ഇവിടെ എസ്തെറ്റിക് വാല്യൂ? അവർ ആ ഒരു സൗന്ദര്യത്തെ കുറിച്ച് പറയുന്നത് എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സൗന്ദര്യാത്മക മൂല്യം നല്ല വൃത്തിയുള്ള ഒരു ഇതാണെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നുക? ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പോ ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ തുണിത്തരങ്ങളും വളരെ ക്ലീൻ ആയിട്ട് കിടക്കുന്നു, വളരെ നീറ്റ് ആൻഡ് ഹൈജീനിക് ആയിട്ട് കിടക്കുന്നത് കണ്ടാല് നമുക്ക് അത് ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു ഇഷ്ടം തോന്നില്ലേ? ഇല്ലേ? നമുക്കൊരു നല്ല ഹോസ്പിറ്റൽ, നമ്മളൊരു സൗന്ദര്യം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ആ ഹോസ്പിറ്റലിൽ വളരെ പ്രസന്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ ഒരു ഹോസ്പിറ്റൽ നല്ല വൃത്തിയുള്ളതായിട്ട് നമുക്ക് തോന്നും അല്ലെ? നമുക്ക് നല്ല മനോഹരമായിട്ട് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നൂലേ? അത് തന്നെയാണ് ഇവിടെ. നല്ലൊരു ലോണ്ടറി സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഹോസ്പിറ്റലിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അല്ലെങ്കിൽ മനോഹരമായിട്ട് കാഴ്ചക്കാരിലേക്ക് എത്തുള്ളൂ അല്ലെ? അതാണ് ഇവിടെ ആ എസ്തെറ്റിക് വാല്യൂ. ഓരോരുത്തരുടെയും മനസ്സിലെ ആ സൗന്ദര്യാത്മക മൂല്യം വർദ്ധിപ്പിക്കാനായിട്ട് നല്ലൊരു ലോണ്ടറി സർവീസ് വഴി സാധിക്കുന്നുണ്ട്. ഫോർത്ത് വണ്ണാണ് പോസിറ്റീവ് പബ്ലിക് ഇമേജ്. നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു പബ്ലിക് ഇമേജ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ലൊരു ലോണ്ടറി സർവീസ് വഴി സാധിക്കുന്നുണ്ട്. നോക്കി, 4 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ലോണ്ടറി സർവീസ് ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അത് എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? ഫസ്റ്റ് പറഞ്ഞത് പ്രിവെന്റിംഗ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻസ് പകരുന്നതിനെ തടയുന്നുണ്ട്. രണ്ടാമതായി പറഞ്ഞത് പേഷ്യൻസിന്, അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും വളരെ കംഫർട്ടബിൾ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, വളരെ സംതൃപ്തിയോട് കൂടിയും ഫീൽ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് പറഞ്ഞത് എസ്തെറ്റിക് വാല്യൂ അല്ലെങ്കിൽ സൗന്ദര്യാത്മക മൂല്യം എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ഹോസ്പിറ്റലിനെ വളരെ മനോഹരമായിട്ട് കാണാനായിട്ട് അല്ലെങ്കിൽ നല്ല വൃത്തിയായി ക്ലീൻ ആയിട്ടുള്ള തുണിത്തരങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ വരുന്ന ഓരോരുത്തരും ആ ഹോസ്പിറ്റലിനെ വളരെ മനോഹരമായിട്ടാണ് അവിടെ പ്രസന്റ് ചെയ്യുന്നത് അല്ലെ? അതുകൊണ്ട് തന്നെ ആ വരുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ചിത്രം അല്ലെങ്കിൽ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് അവരുടെ മനസ്സിൽ എന്ത് ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കിയെടുക്കാൻ, അതാണ് ഇവിടെ എസ്തെറ്റിക് വാല്യൂ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു സൗന്ദര്യം, ആ ഹോസ്പിറ്റലിന്റെ ഒരു സൗന്ദര്യം മൂല്യം വർദ്ധിപ്പിക്കാനായിട്ട് ഇതുവരെ സാധിക്കുന്നുണ്ട്. ലാസ്റ്റ് പറഞ്ഞത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഇമേജ് ഉണ്ടാക്കിയെടുക്കാനും നല്ലൊരു ലോണ്ടറി സർവീസ് വഴി സാധിക്കുന്നുണ്ട്. കിട്ടിയോ 4 പോയിന്റ്സ്? ഓക്കെ. നെക്സ്റ്റ് ആണ് പ്ലാനിങ് ഫോർ ഹോസ്പിറ്റൽ ലിനൻ ആൻഡ് ലോണ്ടറി സർവീസ് റിലേസ് ഔട്ട്. ഇനി ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു ലോണ്ടറി ലിനൻ സർവീസുകൾ വെക്കുകയാണെന്ന് വിചാരിക്കാം. ആ ഒരു ഹോസ്പിറ്റല് ലോണ്ടറി സർവീസ് അല്ലെങ്കിൽ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് സ്ഥാപിക്കണമെങ്കിൽ അതിന് നമ്മൾ സ്ഥാപിക്കുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യും.
ആ ഹോസ്പിറ്റലുകാർ ആസൂത്രണം ചെയ്യും. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പ്ലാൻ ചെയ്യുന്നത് നോക്കിയേ. സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ വലിപ്പം കൺസിഡർ ചെയ്യും. എന്തിനു വേണ്ടിയാണ് ഹോസ്പിറ്റലിന്റെ വലിപ്പം കൺസിഡർ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയായിരിക്കും? ഹോസ്പിറ്റൽ ഭയങ്കര വലുതായിരിക്കും അല്ലെ, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. എന്നാൽ ചില ഹോസ്പിറ്റൽ എങ്ങനെയായിരിക്കും? ചിലപ്പോൾ ഒരു 1-2 ഡിപ്പാർട്ട്മെന്റുകൾ അല്ല വളരെ ചെറിയ രീതിയിൽ ചുരുങ്ങിയ രീതിയിൽ നടക്കുന്ന ഹോസ്പിറ്റലുകളും ഉണ്ട് അല്ലെ. അവരുടെ വലിപ്പത്തിനനുസരിച്ചാണ് അവിടെ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. രണ്ടാമതായിട്ട് കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്നാണ്. കൈൻഡ് ആണ് കേട്ടോ, അവിടെ കിന്നാണ് കിടക്കുന്നത്. കൈൻഡ് ഓഫ് ഹോസ്പിറ്റൽ കേട്ടോ, കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിന്റെ തരം, ഏതൊക്കെ തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ? ചിലപ്പോൾ ഒറ്റ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആവാം, മൾട്ടി സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഉണ്ടാവാം അല്ലെ. ആ ഹോസ്പിറ്റലിന്റെ ഏത് തരത്തിലുള്ള ഹോസ്പിറ്റലാണത് എന്നതിനനുസരിച്ച് അവൈലബിലിറ്റി ഓഫ് ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസ് ഇൻ അഡ്ജോയിനിങ് ഏരിയാസ്, അവരെ തൊട്ട സമീപ പ്രദേശങ്ങളിൽ ഈ പറയുന്ന ലിനൻ ആൻഡ് ലോണ്ടറി സർവീസുകൾ അവൈലബിൾ ആണോ, ലഭ്യമാണോ? അതായത് ഇപ്പൊ നമ്മുടെ വീടുകളിൽ നമുക്ക് എന്താണ്, ഇപ്പൊ നമ്മുടെ വീടുകളിൽ നമ്മൾ എല്ലാവരും ജോലിക്കാരാന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് തുണിയൊന്നും അലക്കാനായിട്ടോ ഒന്നും സമയമില്ല. നമ്മളപ്പോ എന്താ ചെയ്യാ? തുണിയൊക്കെ അലക്കാണ്ട് അവിടെ വെച്ചിരിക്കുക ചെയ്യോളോ? എന്താ ചെയ്യാ? നമുക്ക് സമയമില്ല. നമുക്ക് സമയമില്ലാത്തപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടെ നമുക്ക് സമയമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ലോണ്ടറിയിൽ കൊടുക്കും അല്ലെ, പുറത്തുള്ള ലോണ്ടറി സർവീസുകളിലേക്ക് കൊടുക്കില്ലേ? ഇല്ലേ? അതുപോലെ തന്നെ ഹോസ്പിറ്റലുകാരും എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ആ തൊട്ടടുത്ത് ഹോസ്പിറ്റലിലെ സമീപ പ്രദേശങ്ങൾ, അതാണ് അഡ്ജോയിനിങ് ഏരിയ, സമീപ പ്രദേശങ്ങളില് ഇങ്ങനെയുള്ള ലോണ്ടറി സർവീസുകൾ ലഭ്യമാണോ എന്നത് കൺസിഡർ ചെയ്യും. അതാണ് മൂന്നാമത്തെ പറയുന്നത്. വെതർ കണ്ടീഷൻസ്, നമ്മുടെ കാലാവസ്ഥാപരമായിട്ടുള്ള കണ്ടീഷൻസ് ആ ഒരു മേഖലയിൽ എങ്ങനെയുണ്ട്. ടൈപ്പ് ഓഫ് വിൻഡിലെ എന്ന് പറഞ്ഞാൽ എന്താ? ഉപഭോക്താക്കളുടെ തരം, ഏത് തരത്തിലുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആണ് ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് എന്നതിനനുസരിച്ച്. അപ്പൊ ചില ഹോസ്പിറ്റലുകൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ചിലപ്പോൾ ചെറിയ ഹോസ്പിറ്റലൊക്കെയാണ് നമ്മൾ ചിലപ്പോൾ അധികം അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ് കുറവായിരിക്കും അല്ലെ. ചിലപ്പോൾ ഡെയിലി വന്ന് നമ്മൾ കണ്ടുപോകുന്ന ഔട്ട് പേഷ്യൻസ് ആയിരിക്കും ചില ഹോസ്പിറ്റലിൽ കൂടുതലായിട്ട് വരുന്നത്. അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന് കുറവാണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ ഒരു ലോണ്ടറി സർവീസ് വെക്കുന്നത് കൊണ്ട് അവർക്ക് ഗുണമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം എന്താ? അത്രയും സർവീസുകൾ, അത്രയും രീതിയിലുള്ള സ്റ്റാഫുകളേക്ക് വെച്ച് അവർ സർവീസ് നടത്തുന്നതിന്റെ ആവശ്യമില്ല അല്ലെ. അപ്പൊ അതിനനുസരിച്ച് അവിടെ വരുന്ന കസ്റ്റമേഴ്സിനനുസരിച്ച്, അവിടുത്തെ കാലാവസ്ഥകൾക്കനുസരിച്ച്, അതുപോലെ ആ ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസുകളുടെ സമീപ പ്രദേശങ്ങളിൽ ലഭ്യമാണോ എന്നതിനനുസരിച്ച് ആ ഏത് തരത്തിലുള്ള ഹോസ്പിറ്റലാണത്, അതുപോലെ ആ ഹോസ്പിറ്റലിന്റെ സൈസ് അല്ലെങ്കിൽ വലിപ്പത്തിനനുസരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റലിൽ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസുകൾ സ്ഥാപിക്കുന്നത്. കിട്ടിയോ? പോയിന്റ്സ് ക്ലിയർ അല്ലേ? Next, okay, mechanized laundry service has been established as the best method for washing linen. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. മെക്കനൈസ്ഡ് ലോണ്ടറി സർവീസ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്, അതായത് ലിനൻസ് ഹോസ്പിറ്റലിലെ ലിനൻസ് വാഷ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, മെക്കനൈസ്ഡ് ലോണ്ടറി സർവീസ്. എന്താണ് മെക്കനൈസ്ഡ് എന്ന് പറഞ്ഞാല്? എന്താണ് മെക്കനൈസ്ഡ് ലോണ്ടറി സർവീസ് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, മെക്കനൈസ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഉപയോഗിക്കുന്നത്? മെഷീൻസ് അല്ലെ. മെഷീൻസുകൾ, യൂസിങ് മെഷീൻസ്, അല്ലെ, ഉപകരണങ്ങൾ അല്ലെങ്കിൽ മെഷീൻസ് യൂസ് ചെയ്തുകൊണ്ടുള്ള വാഷിംഗ് ലിനൻസ് വാഷിംഗ് ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെ. It is not only convenient but safe, dependable and cheaper when compared with other methods. ഇതൊരിക്കലും നമുക്ക് കൺവീനിയന്റ് അല്ലെങ്കിൽ സുഖകരമാണ് അല്ലെങ്കിൽ സൗകര്യപ്രദമാണെന്ന് മാത്രമല്ല, എന്താണ്, വളരെ സുരക്ഷിതമാണ്. ഡിപ്പെൻഡബിൾ എന്ന് പറയുന്നത് വിശ്വസനീയവും, ചീപ്പർ വളരെ വിലക്കുറവും, കമ്പയർഡ് വിത്ത് അതർ മെത്തേഡ്സ്, മറ്റു മെത്തേഡുകളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ സേഫ് ആണ്, ഡിപ്പെൻഡബിൾ വിശ്വസനീയമാണ്, വളരെ ചീപ്പർ ആണ്, വിലക്കുറവിലും ആയതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. Then next പറയുന്നത്, why are administrators choosing to outsource? എന്തുകൊണ്ടാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഔട്ട്സോഴ്സിംഗ് സർവീസുകൾ ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം? ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് സർവീസിൽ പഠിച്ചില്ലേ? എന്താണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്? എന്താണ് ഒരു ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാല്? പുറത്തുള്ള
കോൺട്രാക്ടേഴ്സ് അല്ലെങ്കിൽ കമ്പനികളെ ഏൽപ്പിച്ച് ചെയ്യുന്നതാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ലോണ്ടറി സർവീസ് ആവുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ ഹോസ്പിറ്റലുകാർക്ക് അവർക്ക് അധികം വലിയ രീതിയിലുള്ള സ്റ്റാഫുകൾ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസിന്റെ എണ്ണം കുറവാണ്, ഒരു ചെറിയ ഹോസ്പിറ്റലാണ്, അതുപോലെ അതിനുള്ള സർവീസുകളൊന്നും അധിക രീതിയിൽ അവർ കൊടുക്കുന്നില്ല, അതുപോലെ അവരുടെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ നല്ല രീതിയിലുള്ള സാമ്പത്തികമൊന്നും ആ ഒരു ഹോസ്പിറ്റലിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും, അവിടെ ആ ഒരു ലോണ്ടറി സർവീസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആ ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല. പകരം അവർ എന്ത് ചെയ്യുന്നു, ഔട്ട്സോഴ്സിംഗ് സർവീസുകളാണ് സ്വീകരിക്കുന്നത്. എന്ത് ചെയ്യുന്നു, പുറത്തുള്ള ആളുകൾക്ക് കോൺട്രാക്ട് കൊടുത്തായിരിക്കും ഈ സർവീസുകൾ ചെയ്യുന്നത്. അല്ലെങ്കിലോ പുറത്തുള്ള ലോണ്ടറി ഡിപ്പാർട്ട്മെന്റുകൾക്ക് അല്ലെങ്കിൽ ലോണ്ടറി സർവീസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ തുണിത്തരങ്ങൾ കൊടുത്ത് വാഷ് ചെയ്താണ് കൊണ്ടുവരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇങ്ങനെയുള്ള ഔട്ട്സോഴ്സിംഗ് സ്വീകരിക്കാൻ അല്ലെങ്കിൽ ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം? നോക്കി, ഹാവിംഗ് എ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് ലേബർ. ഇല്ലേ, ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് നടത്തണമെങ്കിൽ ഒരുപാട് ജോലിക്കാർ ആവശ്യമില്ലേ? അല്ലെ, അവർ തുണിത്തരങ്ങൾ കൊണ്ടുവരാൻ വേണം, അത് വാഷ് ചെയ്യാൻ, അത് ഡ്രൈ ചെയ്യാൻ, അത് അയൺ ചെയ്യാൻ, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ജോലിക്കാർ അതിനാവശ്യമാണ്. അല്ലെ, അഡ്വാൻസ്ഡ് മെഷീനറീസ് വേണ്ടേ, ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് വേണ്ടേ, മെറ്റീരിയൽസ് ആൻഡ് കോസ്റ്റ്, ഒരുപാട് മെറ്റീരിയൽസ്, ഒരുപാട് ചിലവും ആവശ്യമാണ്. അല്ലെ, ആ മെഡിക്കൽ ലിനൻസ് എന്നാണ് കേട്ടോ, അവിടെ ലിനൻസ് എന്നാണ്. Medical linens are always exposed to infection and dangerous materials. അല്ലെ, ഇപ്പോഴും മെഡിക്കൽ ലിനൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ലിനൻസ് അല്ലെങ്കിൽ തുണിത്തരങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഇൻഫെക്ഷൻസ് അതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസിനൊക്കെ വിധേയമാണ്. ഇഫ് ആക്ച്വൽ പ്രൊസീജിയേഴ്സ് ആർ നോട്ട് ഫോളോഡ്, അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മെറ്റീരിയൽസ് എല്ലാം കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ നമ്മൾ ഫോളോ ചെയ്യാതെയാണ് ഇത് പ്രോസസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് എ മേജർ എഫക്ട് ഓൺ ദ ക്വാളിറ്റി ഓഫ് സർവീസസ് പ്രൊവൈഡഡ്. അത് നമ്മൾ കൊടുക്കുന്ന സർവീസുകളുടെ ക്വാളിറ്റിയെ ദോഷകരമായി ബാധിക്കും. അല്ലെ, അപ്പൊ എപ്പോഴും നല്ല രീതിയിൽ ഈ പറയുന്ന തുണിത്തരങ്ങള്, മെഡിക്കൽ തുണിത്തരങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും അതെന്താണ്, ഇൻഫെക്ഷൻസും ഡേഞ്ചറസ് മെറ്റീരിയൽസിനും ഒക്കെ എക്സ്പോസ്ഡ് ആണ്, വിധേയമാണ്. അല്ലെ, അപ്പൊ അതൊക്കെ കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ പ്രൊസീജിയറിലൂടെ അത് ക്ലീൻ ചെയ്തെടുത്തിരിക്കണം. ഈ അങ്ങനത്തെ നല്ല രീതിയിലുള്ള പ്രൊസീജിയേഴ്സിലൂടെ അത് ചെയ്തില്ല എങ്കിൽ അവിടെ കൊടുക്കുന്ന സർവീസുകളെ അത് ദോഷകരമായിട്ട് ബാധിക്കാം. Then when a professional medical laundry service of an external agency is to handle hospital linen with a high level of care as per the specialized needs, it is known as outsourcing. എന്താണ് ഒരു ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്? When a professional laundry service, medical laundry service of an external agency, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഏജൻസി എന്ത് ചെയ്യുന്നു, മെഡിക്കൽ ലോണ്ടറി സർവീസുകൾ ചെയ്യുന്നു. ഹോസ്പിറ്റലിലുള്ള ആളുകളല്ല, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഏജൻസി ഈ പറയുന്ന മെഡിക്കൽ ലോണ്ടറി സർവീസുകൾ എന്ത് ചെയ്യുന്നു, ചെയ്തു കൊടുക്കുന്നു. പ്രൊഫഷണൽ ആയിട്ടുള്ള ലോണ്ടറി സർവീസുകൾ ചെയ്തു കൊടുക്കുന്നു. ഒരു എക്സ്റ്റേണൽ ഏജൻസിയാണ് ചെയ്യുന്നത് കേട്ടോ. ഈസ് ടു ഹാൻഡിൽ hospital linen with a high level of care as per the specialized needs. ആ ഹോസ്പിറ്റലുകളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ആവശ്യകതകൾക്കനുസരിച്ച് ഉയർന്ന നിലവാരത്തിലുള്ള കെയർ കൊടുത്തുകൊണ്ട് അവിടുത്തെ ഹോസ്പിറ്റൽ ലിനൻസ് അല്ലെങ്കിൽ തുണിത്തരങ്ങളെ കൈകാര്യം ചെയ്യുന്ന എക്സ്റ്റേണൽ ഏജൻസിയെ വിളിക്കുന്ന പേരാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എപ്പോഴും നമ്മൾ ഔട്ട്സോഴ്സിംഗ് കൊടുക്കാന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താ, അവിടെ ഒരു എക്സ്റ്റേണൽ ഏജൻസിക്ക് ഈ പറയുന്ന ഹോസ്പിറ്റൽ ലിനൻസ് കൈമാറുകയും അവരത് എന്ത് ചെയ്യുന്നു, കൃത്യമായി ഹൈ ലെവൽ ഓഫ് കെയർ കൊടുത്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു, പ്രോസസ് ചെയ്ത് സ്പെഷ്യൽ ആയിട്ടുള്ള ആവശ്യകതകൾക്കനുസരിച്ച് അത് പ്രോസസ് ചെയ്ത് നമുക്ക് തിരിച്ച് നല്ല വൃത്തിയുള്ള തുണിത്തരങ്ങളാക്കി തിരികെ തരുന്ന ആ ഒരു എക്സ്റ്റേണൽ ഏജൻസിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഔട്ട്സോഴ്സിംഗ്. Then it depends on the practicability, size and economics of the hospital. While selecting a laundry service, administrators how to consider the following factors. ഇനി എന്താ ഫസ്റ്റ് പറയുന്നത്, it depends on the practicability. ഇവിടുത്തെ ആ ഒരു പ്രായോഗികതയെ മാനിച്ചുകൊണ്ടായിരിക്കാം. അല്ലെ, ഒരിക്കലും ഒരു ഹോസ്പിറ്റലില് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ലോണ്ടറി സർവീസുകൾ സ്ഥാപിക്കാൻ പറ്റില്ല. ഹോസ്പിറ്റലിലെ പല കാര്യങ്ങളും കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ പ്രായോഗികമാണോ ഒരു ലോണ്ടറി സർവീസ് ആ ഹോസ്പിറ്റലിൽ വെക്കുമ്പോ അത് നമുക്ക് പ്രായോഗികമാണോ, ആ ഹോസ്പിറ്റലിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ട്, ആ ഹോസ്പിറ്റലിന്റെ എക്കണോമിക്സ് ഓഫ് ദ ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിന്റെ സാമ്പത്തിക സ്ഥിതി എത്രത്തോളം ഉണ്ട് എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഒരു ഔട്ട്സോഴ്സിംഗ്
ഔട്ട്സോഴ്സിംഗിനെയും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. വൈൽ സെലക്ടിങ് എ ലോണ്ടറി സർവീസ്, എപ്പോഴും ഒരു ലോണ്ടറി സർവീസ് ഒരു ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് കൺസിഡർ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് സർവീസ് ക്വാളിറ്റി. ഈ പറയുന്ന ഔട്ട്സോഴ്സിംഗിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നില്ലേ, ആ കൊടുക്കുമ്പോ അവര് എങ്ങനെയായിരിക്കണം. ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമ്മളിപ്പോ ഒരു ലോണ്ടറിയിലേക്ക് നമ്മൾ തുണിത്തരങ്ങൾ എന്ത് ചെയ്യുന്നു, കൊടുക്കാണ്. നമ്മൾ ഇപ്പൊ ഒരു 3 ലോണ്ടറി സർവീസ് നമ്മുടെ തൊട്ട് സമീപ പ്രദേശങ്ങളിലുണ്ട്. നമ്മൾ ഏറ്റവും പ്രിഫറൻസ് കൊടുക്കുന്നത് ആർക്കായിരിക്കും, എവിടെ കൊണ്ട് കൊടുക്കാനായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്? എങ്ങനെയുള്ള സ്ഥലത്താണ്? 3 സ്ഥലം ഉണ്ടെങ്കിൽ ആ 3 എവിടെയായിരിക്കും നമ്മൾ ആദ്യം കൊണ്ട് കൊടുക്കുക? ഏറ്റവും അടുത്തുള്ളതായിരിക്കാം. പിന്നെ എന്താ ഏറ്റവും അടുത്തുള്ളതാണ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അത് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അവരുടെ ക്വാളിറ്റി അല്ലെ, അവരുടെ സർവീസിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് അല്ലെ, നല്ല രീതിയിൽ വളരെ ചീപ്പായിട്ടുള്ളതാണോ? ശരിയാണ്, വളരെ ചീപ്പായിട്ടുള്ളത്, പൈസ കുറവില്ല, എന്നാൽ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്തു തരുന്നതായിരിക്കണം അല്ലെ. അതാണ് ഇവിടെ പറയുന്നത് സർവീസ് ക്വാളിറ്റി. അവർ എങ്ങനെയാണ് നല്ല സർവീസ് ഗുണനിലവാരം, സേവന നിലവാരം, നല്ല ഗുണനിലവാരമുള്ള സേവനമാണോ അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്, അവര് ആ വരുന്ന രീതിയിൽ കുറച്ച് നാളായിട്ട് ഇവരെ സർവീസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അപ്പൊ ആ ഒരു സർവീസിന്റെ ക്വാളിറ്റി, അവർ കൊടുക്കുന്ന ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്ന കാര്യങ്ങൾ നമ്മൾ നോക്കണം. രണ്ടാമതായിട്ട് ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് കൺസിഡർ ചെയ്യുന്ന കാര്യം എന്താ? റെപ്യൂട്ടേഷൻ ഓഫ് ദ സർവീസ്. ആ ഒരു സർവീസിന്റെ സേവനത്തിന്റെ പ്രശസ്തി എത്രത്തോളം ഉണ്ട്, നല്ല പ്രശസ്തിയുള്ള റെപ്യൂട്ടേഷൻ ഉള്ള ഒരു സ്ഥാപനമാണോ ഈ പറയുന്ന ഔട്ട്സോഴ്സിംഗ് സർവീസുകൾ ചെയ്യുന്ന സ്ഥാപനം, നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനമാണോ എന്ന് കൺസിഡർ ചെയ്യും. മൂന്നാമതായിട്ട് പറയുന്നത് പ്രൈസിംഗ് ആൻഡ് എക്വിപ്മെന്റ് യൂസ്ഡ്. ആദ്യം അവിടുത്തെ വില എത്രത്തോളമാണ്, നിങ്ങൾ പറഞ്ഞു അല്ലെ, കോസ്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞില്ലേ. അതുപോലെ തന്നെ എത്രത്തോളം വില കുറവിന് നമുക്ക് എത്രത്തോളം പ്രൈസിങ്, വില നിർണ്ണയം അല്ലെ, എത്രത്തോളം വില കുറവിന് നമുക്ക് കിട്ടും അല്ലെ, എപ്പോഴും അത് കൺസിഡർ ചെയ്യും നമ്മൾ അല്ലെ. ആ എക്യുപ്മെന്റ് അവിടെ ഒരു കോമ ഇട്ടോ, നമ്മൾ പ്രൈസിങ് കോമ എക്യുപ്മെന്റ് യൂസ്, ഏത് തരത്തിലുള്ള ഉപകരണങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത് അല്ലെ, പുതിയ രീതിയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങളാണോ ഉപയോഗിക്കുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തുകൊണ്ടാണ് എപ്പോഴും അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് കൊടുക്കുന്നത്, ഒരു ഔട്ട്സോഴ്സിംഗ് സർവീസ് തിരഞ്ഞെടുക്കുന്നത്. കിട്ടിയോ? ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഔട്ട്സോഴ്സിംഗ് സർവീസസ്. ഒരു ഔട്ട്സോഴ്സിംഗ് സർവീസ് തിരഞ്ഞെടുക്കുന്നതിന്റെ അഡ്വാൻറ്റേജസ്. എന്തിനും അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട് അല്ലെ. നമുക്ക് ഇവിടെ അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ. അഡ്വാൻറ്റേജസ് ഓഫ് ഔട്ട്സോഴ്സിംഗ് സർവീസ് തിരഞ്ഞെടുക്കുന്നതിന്റെ അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് വൺ എന്താ? മോർ കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ അല്ലെ, വളരെ കൂടുതൽ ചിലവ് കുറഞ്ഞ ഒരു പരിഹാരമാണ് അല്ലെ. ഒരു ഡിപ്പാർട്ട്മെന്റ്, ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ചിലവുണ്ട് അല്ലെ. അതിനനുസരിച്ച് ജീവനക്കാർ വേണം, അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് വേണം, അതിനനുസരിച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറീസ് വേണം. അപ്പൊ ഒരുപാട് കോസ്റ്റ് അല്ലെങ്കിൽ ഒരുപാട് ചിലവ് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഔട്ട്സോഴ്സിംഗിന് കൊടുക്കുന്നത് വഴി കുറയ്ക്കാൻ പറ്റില്ലേ? അതാണ് മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ. ഏറ്റവും കുറഞ്ഞ ചിലവ് അല്ലെ, ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഏറ്റവും കോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ, ഈ പരിഹാരം എന്ന് പറയുന്നത്. രണ്ടാമത് ഇൻക്രീസസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് അവർ ഫെസിലിറ്റീസ്. നമ്മൾ കൊടുക്കുന്ന സേവനങ്ങളുടെ സൗകര്യങ്ങളുടെ എഫിഷ്യൻസിയും കാര്യക്ഷമതയും പ്രൊഡക്ടിവിറ്റി അല്ലെ, ഉത്പാദനക്ഷമതയും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട്, ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ഔട്ട്സൈഡ് നമ്മുടെ വീടുകളിൽ അപ്പൊ ഡിഫറൻസ് മനസ്സിലാവും. നമ്മുടെ വീടുകളിൽ അലക്കി നമ്മൾ തിരിച്ചുണക്കി വെക്കുന്നതും നമ്മൾ പുറത്തൊരു ലോണ്ടറി സർവീസിൽ കൊടുത്ത് ചെയ്യുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരുപോലെ തന്നെയാണോ നമുക്ക് കിട്ടാറ്? ആണോ? അല്ല, കുറച്ചുകൂടി ബെറ്റർ അല്ലേ ലോണ്ടറി സർവീസ് നിന്ന് കിട്ടുമ്പോ അല്ലെ. ലോണ്ടറിയിൽ നിന്ന് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടാണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ അതുപോലെ അങ്ങനെ കൊടുത്ത് ചെയ്യുമ്പോ ബെറ്റർ അല്ലേ? അനീഷയ്ക്ക് എന്താണ് ബെറ്റർ അല്ലാതെ തോന്നുന്നേ? ഓക്കെ, അപ്പൊ നോക്കി ഇവിടെ ഇൻക്രീസ് എഫിഷ്യൻസി. അപ്പൊ നമ്മൾ ആ കൊടുക്കുന്ന സർവീസുകളുടെ എഫിഷ്യൻസി, അപ്പൊ നല്ല രീതിയിലുള്ള കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള തുണിത്തരങ്ങൾ നമുക്ക് അവിടെ കൈമാറിയതാണോ?
നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള തുണിത്തരങ്ങൾ കിട്ടുമ്പോൾ അത്രയനുസരിച്ച് ഇവിടുത്തെ ആ ഒരു കാര്യക്ഷമതയും ഉത്പാദനക്ഷമതയും ഒക്കെ നമുക്ക് കൊടുക്കുന്ന സേവനങ്ങളിലെ അങ്ങനെയുള്ള കാര്യക്ഷമതയും കാര്യങ്ങളും വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡ്, നല്ല ക്വാളിറ്റി ഓഫ് കെയർ അല്ലെ, ഗുണനിലവാരമുള്ള പരിചരണം നൽകാനായിട്ട് അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനായിട്ട് നമുക്കിത് സഹായിക്കുന്നുണ്ട്. അപ്പൊ നല്ല 3 അഡ്വാൻറ്റേജസ് ആണ് ഔട്ട്സോഴ്സിംഗ് സർവീസുകളുടെ. നമുക്ക് എന്താണ് ഫസ്റ്റ് പറഞ്ഞത്? മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ, കൂടുതൽ ചിലവ് കുറഞ്ഞൊരു പരിഹാര മാർഗമാണ്. രണ്ടാമതായി പറയുന്നത് വളരെ കാര്യക്ഷമതയോടുകൂടി അല്ലെങ്കിൽ ഉത്പാദനക്ഷമതയോടുകൂടിയുള്ള ഒരു അവർ സർവീസ്, നമ്മൾ കൊടുക്കുന്ന ഫെസിലിറ്റികൾ അല്ലെങ്കിൽ സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിലുള്ള സർവീസുകൾ കൊടുക്കാനായിട്ട് ഇതുവഴി സാധിക്കുന്നുണ്ട്. ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡ്, നല്ല നൽകുന്ന പരിചരണത്തിന്റെ ആ ഒരു ഇംപ്രൂവ്ഡ് മെച്ചപ്പെടുത്താനായിട്ട്, നൽകുന്ന പരിചരണം കുറച്ചുകൂടി മെച്ചപ്പെടുത്താനായിട്ട് ഈ ഒരു ഔട്ട്സോഴ്സിംഗ് സർവീസ് വഴി സാധിക്കുന്നുണ്ട്. കിട്ടിയോ അഡ്വാൻറ്റേജസ്? ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ആ ഒരു ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ആ ഒരു 4 മാത്രം ഒന്ന് പറഞ്ഞു വെക്കാം കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ആ 4 എണ്ണം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. 4 എണ്ണത്തില് ഏതൊക്കെയാണ് ലിനൻസ് 4 എണ്ണം വരുന്നത്? ലിനൻസിന്റെ ക്ലാസിഫിക്കേഷൻ 4 എണ്ണം ഉണ്ട്. അത് കൂടാതെ 4 എണ്ണത്തിന്റെയും പേരും പഠിച്ചു വെക്കുക, അതിൽ ഉൾപ്പെടുന്ന തുണിത്തരങ്ങൾ ഏതാണ് അത് നോക്കി വെക്കണം കേട്ടോ. ഫസ്റ്റ് വൺ ആണ് ജനറൽ പർപ്പസ് ലിനൻ. ഏറ്റവും ജനറൽ ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന തുണിത്തരങ്ങൾ ഏതൊക്കെയാ വരിക? കർട്ടൻസ്, സ്ക്രീനുകള്, ടേബിൾ ക്ലോത്ത്, ഇതാണ് നമ്മൾ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന തുണിത്തരങ്ങളല്ലേ. അതാണ് ജനറൽ പർപ്പസ് ലിനനിൽ വരുന്നത്. ബി ഏതാ? പേഷ്യന്റ് ലിനൻ. ഏതായിരിക്കും? പേഷ്യന്റ് ക്ലോത്തിങ് ഇൻക്ലൂഡിങ് ഗൗൺസ്, കോട്ട്, പേഷ്യൻസിന് കൊടുക്കുന്ന ഗൗണ്, കോട്ടുകളൊക്കെ ഇല്ലേ, അതാണ് പേഷ്യന്റ് ലിനനിൽ വരുന്നത്. തേർഡ് വൺ ആണ് വാർഡ് ലിനൻ. നമ്മുടെ വാർഡുകളിൽ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങൾ ഏതൊക്കെ വരും? ക്ലോത്തിങ് യൂസ്ഡ് ഇൻ വാർഡ്സ് ലൈക്ക് ബെഡ്ഷീറ്റുകള്, ബ്ലാങ്കറ്റ്, പില്ലോ കവർ മുതലായവ. ഇതൊക്കെ വാർഡുകളിൽ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങളാണ് അല്ലെ. അതിനെയാണ് വാർഡ് ലിനൻ എന്ന് പറയുന്നത്. നാലാമതാണ് ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, പ്രൊസീജിയർ റൂം മുതലായിടങ്ങളിൽ ഉപയോഗിക്കുന്ന ലിനൻസ് അല്ലെങ്കിൽ തുണിത്തരങ്ങൾ ഏതൊക്കെ വരും? സർജിക്കൽ ഗൗണുകള്, സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഗൗണുകൾ കണ്ടിട്ടില്ലേ ഡോക്ടേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്? കണ്ടിട്ടുണ്ട്. അതുപോലെ സ്ക്രബ് സ്യൂട്ട്. എന്താണ് സ്ക്രബ് സ്യൂട്ട്? കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഡോക്ടേഴ്സ് ഇടുന്ന ഡ്രസ്സാണ് സ്ക്രബ് സ്യൂട്ട് എന്ന് പറഞ്ഞാല്. എന്താണ്? കണ്ടിട്ടില്ല സ്ക്രബ് സ്യൂട്ട്? കണ്ടിട്ടില്ല? ഇപ്പൊ ഡോക്ടേഴ്സ് ഇടുന്ന ഡ്രസ്സിന് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ഒരേ ടൈപ്പ് ഒറ്റ ക്ലോത്ത് തന്നെയായിരിക്കും. ഇപ്പൊ ഒരു എന്താണ് ഷർട്ട് മോഡല് കണ്ടിട്ടില്ലേ? ഷർട്ടും പാന്റും മോഡല് ഇപ്പൊ മിക്കവരും റീൽസ് ഒക്കെ ഇടുന്നുണ്ടല്ലോ അതിന്റെയൊക്കെ അല്ലെ. അങ്ങനത്തെ ഡ്രസ് ഒക്കെ ഇട്ടിട്ട് കണ്ടിട്ടില്ലേ? സ്ക്രബ് സ്യൂട്ട് ആ ഗ്രീൻ കളർ ആവാം, ബ്രൗൺ കളർ ആവാം, അങ്ങനെ ബ്ലൂ, പല കളറുകളുണ്ട് കേട്ടോ. ഒറ്റ കളറല്ല, പല കളറുകളിലുണ്ട്. അത് അവരുടെ യൂണിഫോം ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള യൂണിഫോംസ് അതാണ് സർജിക്കൽ ഗൗണുകള്, സ്ക്രബ് സ്യൂട്ടുകള്, ഗൗൺ ക്യാപ്പ്, ഗവൺമെന്റ് ക്യാപ്പ് ഞാനില്ലേ. ഇതൊക്കെ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററില്, ലേബർ റൂമുകള്, പ്രൊസീജിയർ റൂമുകളിലൊക്കെ ഉപയോഗിക്കുന്ന ലിനൻസ് അല്ലെങ്കിൽ തുണിത്തരങ്ങളാണ്. ഈ 4 എണ്ണവും നിങ്ങൾ 4 ടൈപ്പ് ക്ലാസിഫിക്കേഷനും പഠിച്ചു വെക്കാം. അതിൽ ഉൾപ്പെടുന്ന ഏതൊക്കെ ലിനൻസ് ആണെന്ന് പഠിച്ചു വെക്കണം കേട്ടോ. സിമ്പിൾ ആണ്. നമ്മുടെ ജനറൽ പർപ്പസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജനറൽ ആയിട്ട് കാണുന്ന കാര്യങ്ങൾ അല്ലെ. കർട്ടൻസ് നമ്മൾ എപ്പോഴും കാണുന്ന കാര്യമാണ്. സ്ക്രീൻ, ടേബിൾ ക്ലോത്ത്, ഇതൊക്കെ മാറിപ്പോവില്ല. പേഷ്യൻസിന്റെ ആവുമ്പോൾ പേഷ്യൻസ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ മതി. ഗൗണുകള്, കോട്ടുകള്, ഇതൊക്കെ പേഷ്യൻസ് യൂസ് ചെയ്യുന്നതാ. വാർഡുകളിൽ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്, പില്ലോ കവറുകൾ മുതലായവ. ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, പ്രൊസീജിയർ റൂം ആവുമ്പോൾ സർജിക്കൽ ഗൗണുകൾ വരാം, സർജിക്കൽ ഗൗൺ ക്യാപ്പുകൾ വരാം, സ്ക്രബ് സ്യൂട്ട് മുതലായ കാര്യങ്ങളൊക്കെ ഉൾപ്പെടും. കിട്ടിയോ? 4 എണ്ണം കിട്ടിയില്ലേ ക്ലാസിഫിക്കേഷനും അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളും? ക്ലിയർ അല്ലേ? ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു.